ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സജൂസ് ടേസ്റ്റ് ലാൻഡ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തികച്ചും നാച്ചുറലായിട്ടുള്ള രീതിയിൽ നരച്ച മുടി കറുപ്പിച്ചെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഹോം റെമഡിയാണ്. നമുക്ക് വളരെ സിമ്പിളായിട്ട് നമ്മുടെ വീടുകളിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇപ്പോഴത്തെ ആ ഒരു മാറി വരുന്ന കാലാവസ്ഥ രീതികളും അതുപോലെ തന്നെ നമ്മുടെ ഭക്ഷണ രീതികളും ജീവിത രീതികളും എല്ലാം തന്നെ പെട്ടെന്ന് തന്നെ മുടി നരയ്ക്കാനായിട്ട് കാരണമാവാറുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ചെറുപ്പം മുതലേ തന്നെ കുട്ടികളിൽ പോലും വളരെ പെട്ടെന്ന് തന്നെ നര കണ്ടുവരാറുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ നമ്മൾ കെമിക്കൽ ഡൈകളൊക്കെ യൂസ് ചെയ്യുകയും അതിൻ്റെ അലർജി മൂലം ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയും ഒക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെയൊന്നും ഇല്ലാത്ത രീതിയിൽ മുടി ഒട്ടും തന്നെ ഇല്ലാത്തവർക്ക് മുടി പെട്ടെന്ന് വളർത്തിയെടുക്കാനും അതുപോലെ തന്നെ നര മാറ്റിയെടുക്കാനും ഒക്കെ സഹായിക്കുന്ന നല്ലൊരു റെമഡിയാണ് കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചെമ്പരത്തിപ്പൂവാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ചെമ്പരത്തിപ്പൂ നല്ല ഫ്രഷ് ആയത് തന്നെ വേണമെന്നൊന്നുമില്ല. ഇതേപോലെ നമുക്ക് തലേ ദിവസം വിരിഞ്ഞതോ അതല്ലെങ്കിൽ മൊട്ടോ അങ്ങനെയുള്ളതൊക്കെ നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ അതിൽ പ്രാണികളോ പൊടികളോ ഒന്നുമില്ല എന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. അപ്പോൾ നമുക്ക് ചെമ്പരത്തിപ്പൂ ഇനി നമുക്ക് അങ്ങനെ നല്ലത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്കിതിൻ്റെയൊക്കെ പൊടികൾ നമുക്ക് മാർക്കറ്റിൽ വാങ്ങിക്കാനായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ മുടി നന്നായിട്ട് കറുത്ത് കിട്ടാൻ വേണ്ടിയിട്ട്, മുടി കൊഴിച്ചിൽ മാറാൻ വേണ്ടിയിട്ട്, മുടിക്ക് നല്ലൊരു തിളക്കം കിട്ടാൻ വേണ്ടിയിട്ട്, മുടി എപ്പോഴും നല്ലൊരു ഷൈനി ആയിട്ട് ഇരിക്കാനും അതുപോലെ തന്നെ നര മാറ്റാനും ഒക്കെ ഒരുപാട് സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ നല്ലൊരു ഷാമ്പൂ ആയിട്ട് ഒക്കെ പ്രവർത്തിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചധികം തന്നെ നമുക്ക് എടുക്കാം. അപ്പോൾ എത്രത്തോളം ഉണ്ട് അതിനനുസരിച്ചൊക്കെ നമ്മൾ എടുക്കുക. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് പനിക്കൂർക്കയിലയാണ്. എല്ലാവർക്കും അറിയാവുന്നതാണ് പനിക്കൂർക്കയില നമുക്ക് നമ്മുടെ ആരോഗ്യത്തിന് ഒരുപാട് ഗുണം ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ മുടിയുടെ കാര്യത്തിലും ഒരുപാട് ഗുണം ചെയ്യുന്നതാണ്. നര മാറ്റിയെടുക്കാനാണെന്നുണ്ടെങ്കിൽ മുടിക്ക് നല്ല കറുപ്പ് കളറ് എപ്പോഴും നിലനിർത്തിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ മുടി കൊഴിച്ചിൽ മാറാൻ, അതുപോലെ ഡൈകളൊക്കെ യൂസ് ചെയ്യുമ്പോൾ എന്തെങ്കിലും അലർജി പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് അതൊക്കെ മാറാൻ വേണ്ടിയിട്ട്, തലവേദനയോ നീരിറക്ക ജലദോഷം ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് പനിക്കൂർക്കയില. അപ്പോൾ ഇതിനൊന്നും ഞാൻ അളവ് പറയുന്നില്ല, നമുക്ക് എത്രത്തോളം കിട്ടും അതുപോലെയൊക്കെ തന്നെ നമ്മൾ എടുക്കുക. ജസ്റ്റ് ഒന്ന് ഇതേപോലെ ഒന്ന് പിച്ചിയിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയായി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. ഇനി ഞാനിതിലേക്ക് എടുക്കുന്നത് കാപ്പിപ്പൊടിയാണ്. അപ്പോൾ ഒരു 2 ടീസ്പൂണോളം കാപ്പിപ്പൊടി നമുക്കിതിലേക്ക് എടുക്കണം. അപ്പോൾ മുടി നന്നായിട്ട് കറുപ്പ് കളർ കിട്ടാൻ വേണ്ടിയിട്ട്, നല്ലൊരു ഡാർക്ക് കളറ് നമ്മുടെ ആ ഒരു ഇതിന് കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും ഇത്. അതുപോലെ തന്നെ മുടി കൊഴിച്ചിൽ മാറാൻ വേണ്ടിയിട്ട്, മുടി നല്ല ഷൈനി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഗുണങ്ങളുണ്ട് കാപ്പിപ്പൊടിക്ക് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനൊരു 1.5 കപ്പോളം വെള്ളം ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് സ്റ്റൗവിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ട് എടുക്കണം. അപ്പോൾ ആദ്യം നമുക്കൊരു മീഡിയം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ആ ഒരു ഇലയിലും പൂവിലും ഒക്കെ ഉള്ള ആ ഒരു എസൻസ് മുഴുവനായിട്ട് തന്നെ നമുക്ക് ഈ ഒരു വെള്ളത്തിലേക്ക് കിട്ടണം. അതുപോലെ തന്നെ കാപ്പിപ്പൊടിയൊക്കെ നന്നായിട്ട് ഒന്ന് തിളച്ച് വന്ന് അതിൻ്റെ ആ ഒരു ഡാർക്ക് കളറൊക്കെ നമുക്ക് ഈ ഒരു വെള്ളത്തിലേക്ക് കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് നന്നായിട്ട് തിള വന്നതിന് ശേഷം ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് കുറച്ച് സമയം എടുത്തിട്ട് തന്നെ നമ്മളിതൊന്ന് തിളപ്പിച്ച് കുറച്ചൊന്ന് കുറുക്കിയെടുക്കുകയാണ് വേണ്ടത്. കുറുക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ 1.5 ഗ്ലാസ് വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊരു 1 ഗ്ലാസ്സൊക്കെ ആക്കിയിട്ട് നമുക്ക് എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അത് നല്ലപോലെ തന്നെ തിളച്ച് നല്ലൊരു കളറൊക്കെ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇലയിലുള്ള കളറും അതുപോലെ തന്നെ ആ ഒരു പൂവിലുള്ള കളറും എല്ലാം തന്നെ നമ്മുടെ ഈ ഒരു വെള്ളത്തിലേക്ക് നന്നായിട്ട് തന്നെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരു ഡാർക്ക് ബ്രൗൺ കളറിൽ നമുക്ക് ഈ ഒരു വെള്ളം റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ ഇതേപോലെ ഒരു അരിപ്പിലൂടെ അരിച്ചെടുക്കുക, അല്ലെങ്കിൽ ഒരു തുണിയിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് പിഴിഞ്ഞെടുക്കാവുന്നതാണ്. അപ്പോൾ അതിലുള്ള ആ ഒരു എസൻസ് മുഴുവനായിട്ട് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഞാനിത് 2 പാത്രത്തിലായിട്ടാണ് അരിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതേപോലെ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. ഇനി നമ്മൾ ഈ ഒരു ബൗളിലേക്ക് വെച്ചിരിക്കുന്നതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ഉലുവയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഉലുവ മുടി വളരാനാണെന്നുണ്ടെങ്കിൽ, മുടി കൊഴിച്ചിൽ മാറാൻ, അതുപോലെ തന്നെ നര തടയാൻ, നര മാറ്റിയെടുക്കാൻ, നല്ല കറുപ്പ് കളർ കിട്ടാൻ വേണ്ടിയിട്ട്, മുടി നല്ല തിക്കായിട്ട് വളർന്നു വരാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇതൊന്നും ഇപ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഫ്ലാക്സ് സീഡാണ് കേട്ടോ. അപ്പോൾ ഫ്ലാക്സ് സീഡ് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളതാണ് ഫ്ലാക്സ് സീഡിന്. അപ്പോൾ നമുക്ക് നമ്മുടെ ആരോഗ്യ കാര്യങ്ങളിലാണ് എന്നിരുന്നാൽ പോലും നമ്മുടെ മുടിയുടെ കാര്യത്തിലും ഇത് ഒരുപാട് സഹായകമാകുന്നുണ്ട് കേട്ടോ. അപ്പോൾ മുടി കൊഴിച്ചിൽ മാറാൻ വേണ്ടിയിട്ട്, പെട്ടെന്ന് മുടി വളർന്ന് കിട്ടാൻ വേണ്ടിയിട്ട്, നല്ല ഉള്ളോട് കൂടി വളർന്ന് വരാൻ വേണ്ടിയിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഒട്ടും തന്നെ മുടി ഇല്ലാത്തവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ ഫ്ലാക്സ് സീഡ് ഉപയോഗിക്കുന്നത് മൂലം പെട്ടെന്ന് തന്നെ മുടി നല്ല തിക്കായിട്ട് വളർന്ന് വരാനായിട്ട് തുടങ്ങും. അപ്പോൾ നമ്മളിത് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, റോ ആയിട്ടുള്ള ഫ്ലാക്സ് സീഡ് വേണം നമ്മൾ മുടിയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്, എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെ ബെനിഫിറ്റ്സ് ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോ ഒക്കെ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതുപോലെ ഹെയർ ഡൈ ഒക്കെ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ കയറിയിട്ട്
അതൊക്കെ ഒന്ന് കണ്ടു നോക്കൂ. അപ്പോൾ അത് ഉലുവയും അതുപോലെ തന്നെ ഈ ഫ്ലാക്സ് സീഡും ആ ഒരു വെള്ളത്തിലേക്ക് താഴ്ന്നിരിക്കുന്ന രീതിയിലാവാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് മിക്സാക്കി എടുക്കണം. ഇനി നമുക്കിതൊരു രാത്രി മുഴുവന് കുതിരാനായിട്ട് മാറ്റി വെക്കണം കേട്ടോ. അപ്പോൾ എന്നിട്ട് നമ്മൾ രാവിലെ ഇതിലേക്ക് ഇനിയും കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കാനുണ്ട്. അപ്പോൾ നമ്മളിത് നന്നായിട്ടൊന്ന് കുതിർത്തിയെടുക്കാം. ഇനി നമുക്ക് രാവിലെ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ദാ നല്ല പോലെ തന്നെ നമ്മുടെ ഉലുവയും അതുപോലെ തന്നെ ഫ്ലാക്സ് സീഡും ഒക്കെ ഒന്ന് കുതിർന്ന് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ആ ഒരു വെള്ളത്തിന് ചെറിയൊരു കൊഴുപ്പ് രീതിയിലൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ നല്ല പോലെ തന്നെ കുതിർത്തിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ രാത്രിയിലൊക്കെ കുതിർത്താനിടുന്നതാണോ ഒന്നുകൂടി നല്ലത്. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിന് തന്നെ ഒരുപാട് വെള്ളം നമ്മൾ അതിലേക്ക് ചേർക്കേണ്ട. അതിലുള്ള ആ ഒരു ഫ്ലാക്സ് സീഡും ഉലുവയും നമുക്ക് അതിലേക്ക് മുഴുവനായിട്ട് തന്നെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അത് അരയ്ക്കാൻ ആവശ്യമായിട്ടുള്ള ആ ഒരു വാട്ടർ കൂടി നമുക്ക് മിക്സ് കൂടി നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇനി നമുക്ക് വേണ്ടത് മുരിങ്ങയിലയാണ് കേട്ടോ. അപ്പോൾ മുരിങ്ങയില എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. മുടിക്ക് ഒരുപാട് ഗുണം ചെയ്യുന്നതാണ്. മുടി വളർച്ചയ്ക്കാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് മുടിക്ക് കറുപ്പ് കളർ നൽകാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ മുടി കൊഴിച്ചിൽ മാറാൻ വേണ്ടിയിട്ട്, ഇപ്പോൾ തീരെ ഉള്ളു കുറവുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ, മുടി ഉള്ളു കുറവുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ മുടിക്ക് പെട്ടെന്ന് തന്നെ ഒരു ഉള്ളൊക്കെ വെച്ചിട്ട് വരാൻ വേണ്ടിയിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് മുരിങ്ങയില. അപ്പോൾ അതിൻ്റെ വാട്ടറാണെന്നുണ്ടെങ്കിൽ, തിളപ്പിച്ച വെള്ളമാണെന്നുണ്ടെങ്കിലും, അതുപോലെ തന്നെ നമുക്ക് അതേപോലെ ഇലയായിട്ടാണെന്നുണ്ടെങ്കിലും ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ്. ഒരുപാട് ഗുണങ്ങളുള്ളതാണ്. അപ്പോൾ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരുപാട് മൂത്ത് പോയതായിട്ടുള്ള ഇല നമ്മൾ എടുക്കാതിരിക്കുക. കുറച്ചൊരു തളിരിലകൾ നോക്കിയിട്ട് നമ്മൾ എടുക്കുക. അതുപോലെ തന്നെ ഇതേപോലെ ഇല മാത്രമായിട്ട് സെപ്പറേറ്റ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് അരച്ചെടുക്കുമ്പോൾ അതല്ലേ അല്ലെങ്കിൽ ഇങ്ങനെ കിടക്കും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്കിത് നന്നായിട്ട് നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കണം. ഇനി നമുക്ക് വെള്ളം ആവശ്യമാണെന്ന് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ റെഡിയാക്കി വെച്ചിരിക്കുന്ന വെള്ളത്തിൽ വേണം നമ്മളിത് നന്നായിട്ട് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് നല്ല ഫൈനായിട്ട് തന്നെ ഒട്ടും തന്നെ തരികളില്ലാത്ത രീതിയിൽ നമ്മളിത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഇനിയിപ്പോൾ ഇത് കുറച്ചൊരു തിക്കായിട്ടുള്ള രീതിയിലാണ് ഇപ്പോൾ ഇരിക്കുക. അതുപോലെ തന്നെ ഇത് കുറച്ച് സമയം ഇരിക്കും തോറും ഇത് ഒന്നുകൂടി അങ്ങോട്ട് കട്ടിയായിട്ട് വരാനായിട്ട് തുടങ്ങും. അപ്പോൾ നമ്മളിത് തയ്യാറാക്കുമ്പോൾ കുറച്ച് ലൂസിൽ വേണം നമ്മളിത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ജാറ് കഴുകിയിട്ട് കുറച്ചുകൂടി ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി വീണ്ടും നമുക്ക് നല്ലപോലെ മിക്സ് ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വെള്ളം തയ്യാറാക്കുമ്പോൾ കുറച്ചധികം തന്നെ നമ്മൾ തയ്യാറാക്കണമെന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഒരു വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളം മാത്രമായിട്ട് നമുക്ക് നമ്മുടെ സ്കാൽപ്പിലൊക്കെ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും മുടി കൊഴിച്ചിൽ മാറുകയും മുടി വളരുകയും അതുപോലെ തന്നെ മുടി താരം മാറുകയും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഈ ഒരു ലൂസിലാണ് റെഡിയാക്കി എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളാണ്. അപ്പോൾ നമുക്ക് ഒരെണ്ണം മാത്രമേ മതിയാവൂ ഇതിലേക്ക്. നമുക്കിത് ഒരുപാട് ഗുണങ്ങളുള്ളതാണ് മുടിക്ക്. മുടി കൊഴിച്ചിൽ പെട്ടെന്ന് തന്നെ, അപ്പോൾ ഒരുപാട് മുടി കൊഴിച്ചിലൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഈ ഒരൊറ്റ പ്രാവശ്യം യൂസ് ചെയ്യുമ്പോഴേക്കും തന്നെ നമുക്കിത് മുടി കൊഴിച്ചിലൊക്കെ പൂർണ്ണമായിട്ട് തന്നെ മാറുന്നതായിരിക്കും. അതുപോലെ തന്നെ മുടി നന്നായിട്ട് വളർന്നു വരികയും അതുപോലെ തന്നെ മുടിക്ക് നല്ലൊരു കളർ കിട്ടുകയും ഒക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. എല്ലായിടത്തും ഒരേപോലെ ആവുന്നത് പോലെ തന്നെ മിക്സ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു കൂട്ടുണ്ടല്ലോ, അത് നമുക്ക് തയ്യാറാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. പക്ഷേ നമ്മൾ എപ്പോഴാണോ നമ്മളിത് അപ്ലൈ ചെയ്യുന്നത് ആ ഒരു സമയത്ത് മാത്രമേ നമ്മൾ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യാൻ പാടുള്ളൂ. ഇനി നമുക്കിത് നമ്മൾ ഏത് ഓയിലാണോ നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്യണേ, തലയിൽ അപ്ലൈ ചെയ്യണമെന്ന് വെച്ചാൽ അത് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് നമ്മുടെ മുടിയിൽ, നമ്മുടെ സ്കാൽപ്പിലൊക്കെ നല്ലപോലെ തട്ടുന്ന രീതിയിൽ എല്ലായിടത്തും ആവുന്നത് പോലെ തന്നെ ഇതൊന്ന് തേച്ച് കൊടുക്കുക. അതിന് ശേഷം ഒരു 15 മിനിറ്റ് തൊട്ടൊരു 20 മിനിറ്റ് വരെ നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം. അതിന് ശേഷം നമ്മളിത് ഒരു നോർമൽ വാട്ടറിൽ മാത്രമേ കഴുകിക്കളയേണ്ടതുള്ളൂ. അതുപോലെ തന്നെ നമ്മളിത് ആഴ്ചയിൽ ഒരു 2-3 പ്രാവശ്യമായിട്ട് നമ്മളിത് ട്രൈ ചെയ്യണം. അപ്പോൾ നമുക്ക് പെട്ടെന്നുണ്ടാവുന്ന നരകളൊക്കെ പെട്ടെന്ന് അത് തടയാനായിട്ട് ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. മുടി നന്നായിട്ട് വളർന്നു വരാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ മുടിയൊക്കെ ബ്രൗൺ കളറായിരിക്കുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു പാക്കിൻ്റെ ഉപയോഗം മൂലം മുടി പെട്ടെന്ന് തന്നെ നല്ല ഒരു കറുപ്പ് കളറിലേക്ക് എത്തുന്നതാണ്. അതുപോലെ തന്നെ ഇത് മുടി നന്നായിട്ട് നരച്ചിരിക്കുന്നവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതല്ല, പെട്ടെന്ന് നര മാറുന്നതല്ല. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ല് കൂടി ഒന്ന് എനേബിൾ ചെയ്യണേ. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പം തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് കിട്ടുന്നതായിരിക്കും. ഇനി പുതിയൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു, ബൈ.